നമ്മളുടെ സിവിക് കോൺഷ്യസ്നെസ്സിനെ നമ്മളുടെ ഉള്ളിൽ ഫോസ്റ്റർ ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് നമുക്കറിയാം മീഡിയ നമ്മളെ നന്നായി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ജനറേഷനിലാണ് നമ്മളുള്ളത്. ഒരുപാട് ഇൻഫർമേഷൻസും നോളജുകളും ഒക്കെ നമ്മൾ ഗെയിൻ ചെയ്യുന്നത്, ഇന്നത്തെ കാലത്ത് ഗെയിൻ ചെയ്യുന്നത് ഈ മീഡിയയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെയൊക്കെ ഉള്ളിൽ സിവിക് കോൺഷ്യസ്നെസ്സിനെ വളർത്തിയെടുക്കുന്നതിലും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഒക്കെ മീഡിയയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളുണ്ട്, എസ്പെഷ്യലി ഈ ഒരു ജനറേഷനിൽ. നോക്കിക്കേ, മീഡിയ പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഫോമുലേഷൻ ഓഫ് സിവിക് കോൺഷ്യസ്നെസ്. സിവിക് കോൺഷ്യസ്നെസ്സിൻ്റെ രൂപപ്പെടുത്തലിൽ അല്ലെങ്കിൽ ഫോമുലേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് നമ്മളുടെ മീഡിയയ്ക്കുണ്ട്. ഓക്കെ, ഇനി മീഡിയ എന്ന് പറഞ്ഞാൽ അത് പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ, ഇലക്ട്രോണിക് മീഡിയ ആയിക്കോട്ടെ, ഇത് എന്ത് തരത്തിലുള്ള മീഡിയകളാണെങ്കിലും അതിനെന്തുണ്ട്, സൊസൈറ്റിയിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ റീച്ച് ദി മാസസ് ത്രൂ ദി മീഡിയ. ഓക്കെ, പലതരത്തിലുള്ള വാർത്തകളും പലതരത്തിലുള്ള ഇൻഫർമേഷൻസ്, അറിവുകളും പലതരത്തിലുള്ള എന്താ പറയുക ഇൻഫർമേഷൻസ്, കാര്യങ്ങൾ, ന്യൂസുകൾ, ഇതെല്ലാം വലിയൊരു ജനക്കൂട്ടത്തിലോട്ട്, ഒരു വലിയൊരു വിഭാഗം ജനങ്ങളുടെ ഇടയിലോട്ടും എത്തുന്നത് ഈ പറഞ്ഞ മീഡിയയിലൂടെയാണ്. ഓക്കെ, ജുഡീഷ്യസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻ ലീഡ് ടു ദി ഫോമുലേഷൻ ഓഫ് ക്രിയേറ്റീവ് ഐഡിയാസ്. ഓക്കെ, ജുഡീഷ്യസ് ആയിട്ടുള്ള, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള, നീതിപൂർവമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മളുടെ ഉള്ളിൽ എന്ത് ഉണ്ടാക്കിയെടുക്കുന്ന പറയുന്നത്, ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടാക്കിയെടുക്കുന്ന പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മീഡിയയിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം എപ്പോഴും നമ്മളിൽ നല്ല കാര്യങ്ങൾ തന്നെ അല്ലെങ്കിൽ നല്ലൊരു സിവിക് കോൺഷ്യസ്നെസ് തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നില്ല. എല്ലാ ഇൻഫർമേഷൻസും ഒരുപോലെ ആയിരിക്കത്തുമില്ല. ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മൾക്ക് ക്രിയേറ്റീവ് ഐഡിയാസ് വളർത്തി തരുന്ന ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മീഡിയകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എന്താണ് എന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാനുള്ള കഴിവ് നമുക്ക് വേണം. ഓക്കെ, മീഡിയ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ. മീഡിയ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞത്, മീഡിയ എന്തായിരിക്കണം, സ്വതന്ത്രമായിരിക്കണം, ഇംപാർഷ്യൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ പാർഷ്യാലിറ്റി കാണിക്കാത്ത ഒന്നായിരിക്കണം മീഡിയ എന്ന് പറയുന്നത്, സ്വതന്ത്രമായിരിക്കണം. അതായത് മീഡിയയെ ഒന്ന് എന്ത് ചെയ്യരുത്, ഇൻഫ്ലുവൻസ് ചെയ്യരുത്. അതായത് മീഡിയ ഇപ്പം ഒരാളുടെ കൺട്രോളിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിൻ്റെ കൺട്രോളിലാണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്കത് ഫേക്ക് ആകാം, റിയൽ ആകാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ദുരുദ്ദേശങ്ങളൊന്നും എന്തിനുണ്ടാകാൻ പാടില്ല, മീഡിയയ്ക്ക് ഉണ്ടാവില്ല. പിന്നെ ഇംപാർഷ്യൽ ആയിരിക്കണം, അതായത് പാർഷ്യാലിറ്റി ഉണ്ടാവരുത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒന്നാവരുത് മാധ്യമങ്ങൾ അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്നത്. എല്ലാ ജനത്തിനു വേണ്ടിയും എല്ലാവരുടെയും ആവശ്യത്തിനു വേണ്ടിയും സംസാരിക്കുന്നവരായിരിക്കണം മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇൻഫർമേഷൻ ഫ്രം ദ മീഡിയ ഷുഡ് ബി ഇവാലുവേറ്റഡ് ക്രിട്ടിക്കലി. ഇതാണ് മിസ് നേരത്തെ പറഞ്ഞത്. അതായത് നമുക്ക് മീഡിയയിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കും. അത് നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം, ചിലപ്പോൾ റിയൽ ആയിരിക്കാം, ചിലപ്പോൾ ഫേക്ക് ആയിരിക്കാം. അപ്പോൾ അത് എന്ത് തരത്തിലുള്ള ഇൻഫർമേഷൻ തന്നെയാണെങ്കിലും ശരി, അതിനെ നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, അത് ശരിക്കും എന്നിൽ സിവിക് കോൺഷ്യസ്നെസ് ഉണ്ടാക്കിയെടുക്കുന്നതാണോ, അത് എൻ്റെ സൊസൈറ്റിക്ക് ആവശ്യമുള്ളതാണോ, എൻ്റെ സൊസൈറ്റിയിൽ അത് നല്ലത് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ എൻ്റെ സൊസൈറ്റിക്ക് അതെന്തെങ്കിലും ദോഷം ചെയ്യുന്നതാണോ, ഇതെന്താണ് എന്നൊക്കെ എന്ത് ചെയ്യുക, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം അതിൽ നിന്ന് നമ്മൾ ക്രിയേറ്റീവ് ഐഡിയാസിനെ ഫോമുലേറ്റ് ചെയ്തെടുക്കാൻ. ഓക്കെ, ഇപ്പം നമുക്കറിയാം നമ്മുടെ വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയാസാണ് നമുക്കറിയാം. അപ്പോൾ ഇതിലെല്ലാം എന്താണ്, പലതരത്തിലുള്ള ഇൻഫർമേഷൻസ്, പലതരത്തിലുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അത് റിയൽ ഏതാണ് ഫേക്ക് ഏതാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല. ഇനി അതേപോലെ തന്നെ റിയൽ ആണെങ്കിൽ പോലും പലതും എന്തായിരിക്കില്ല, നമ്മളുടെ സൊസൈറ്റിക്ക് ആവശ്യമുള്ളതായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് പ്രോബ്ലം വരുത്തുന്ന എന്തെങ്കിലും ന്യൂസ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ നമ്മൾ അങ്ങനെ ഒരു ന്യൂസിനെ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. ഓക്കെ, ഇപ്പം നമ്മൾക്കറിയാം എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ പലരും എന്താണ്, അത് ശരിയാണോ തെറ്റാണോ എന്നറിയാതെ അല്ലെങ്കിൽ അതൊന്നും ചിന്തിക്കാതെ ആലോചിക്കാതെ അപ്പം തന്നെ അടുത്ത ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യും അല്ലേ. അങ്ങനെ അടുത്ത ആൾക്കാരിലോട്ട് ഷെയർ ചെയ്ത് ഇതൊരു വലിയൊരു മാസിനെ തന്നെ നമ്മൾ ഒന്നെങ്കിൽ ഈ ഒരു ഫേക്ക് ന്യൂസ് അറിയിക്കും, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് പ്രോബ്ലം വരുന്ന ഈ ഒരു പ്രോബ്ലത്തെ നമ്മളെല്ലാവരിലും അറിയിക്കും. അത് നമ്മുടെ സൊസൈറ്റിക്ക് ഒരിക്കലും ഡെവലപ്മെൻറ്റിന് സഹായിക്കില്ല. ഓക്കെ, അത് നമ്മുടെ സൊസൈറ്റിയെ, നമ്മുടെ സമൂഹത്തെ നമ്മൾ തന്നെ ഇല്ലാതാക്കുന്നത് പോലെയാണ് അതുള്ളത്. ഓക്കെ, അപ്പം എപ്പോഴും നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ബെറ്റർ അവസ്ഥയ്ക്ക് എന്തൊക്കെയാണോ ആവശ്യം അതിനെ മാത്രം
തിരഞ്ഞെടുക്കാനും അതിനെ മാത്രം മറ്റുള്ളവരിൽ എത്തിക്കാനുമായിട്ടൊക്കെ നമ്മൾ ഈ മീഡിയ യൂസ് ചെയ്യുന്നതിലൂടെ ശ്രമിക്കണം. ഓക്കെ, മറ്റൊരു ഫാക്ടറാണ് ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് ജനാധിപത്യ വ്യവസ്ഥ. ഓക്കെ, ഡെമോക്രസി ഈസ് ആൻ ഇന്നെവിറ്റബിൾ കോമ്പണന്റ് ഓഫ് സിവിക് കോൺഷ്യസ്നെസ്. സിവിക് കോൺഷ്യസ്നെസ്സിലെ അല്ലെങ്കിൽ നമ്മുടെ പൗരബോധത്തിലെ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കോമ്പണൻ്റ് ആണ് നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്നത്. ഡെമോക്രസി ഈസ് ദി ബേസിസ് ഓഫ് ഓൾ അതർ കോമ്പണൻറ്റ്സ് വിച്ച് ഹെൽപ്പ് ടു ഡെവലപ്പ് സിവിക് കോൺഷ്യസ്നെസ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ മറ്റു കോമ്പണൻറ്റ്സ് ഉണ്ടല്ലോ, സിവിക് കോൺഷ്യസ്നെസ് നമ്മളിൽ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ മറ്റു കോമ്പണൻറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ഈ ഡെമോക്രസി ആണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ജനാധിപത്യമാണ് അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് മോർ ദാൻ എ ഫോം ഓഫ് ഗവൺമെൻറ്. ഓക്കെ, ഈ ഒരു സെൻറ്റൻസ് ഓർത്തിരിക്കണം, ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് മോർ ദാൻ എ ഫോം ഓഫ് ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ ഈ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഫോം അല്ലെങ്കിൽ ഒരു ഭരണക്രമം എന്നതിലുപരി ഇതൊരു ജീവിത രീതിയാണ് അല്ലെങ്കിൽ ഇതൊരു ജീവിത ശൈലിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു ഡെമോക്രസിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫോം എന്നതിലുപരി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഫോം ചെയ്തിരിക്കുന്നതാണ് എന്നതിലുപരി ഈ ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്, ഒരു ജീവിത ശൈലിയാണ് അല്ലെങ്കിൽ ഒരു വേ ഓഫ് ലൈഫ് ആണ് എന്നാണ് പറയുന്നത്. ഓൾ അവർ ആക്ടിവിറ്റീസ് ഷുഡ് ഹാവ് എ ഡെമോക്രാറ്റിക് അപ്രോച്ച്. നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസും, നമ്മളുടെ സമൂഹത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും എന്ത് അപ്രോച്ചോടുകൂടികളായിരിക്കണം, ഡെമോക്രാറ്റിക് അപ്രോച്ച് ആയിരിക്കണം. അതായത് ജനാധിപത്യ മനോഭാവത്തോടു കൂടെ അപ്രോച്ച് ചെയ്യണം നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും, നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും. ലിവിങ് ഇൻ കോർപ്പറേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. നല്ലൊരു ജനാധിപത്യ സമൂഹത്തെ വളർത്തിയെടുക്കുന്നില്ല അല്ലെങ്കിൽ നല്ലൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റി ഫോം ചെയ്യണമെങ്കിൽ അവിടെ എന്തായിരിക്കണം, അവിടെയുള്ള ആൾക്കാരെല്ലാവരും എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്നത് കോഓപ്പറേഷൻ അല്ലെങ്കിൽ പരസ്പരം സഹകരിച്ച് ഉള്ള ജീവിതം ഈ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയെ ഫോം ചെയ്യുന്നതിൽ വളരെ എസെൻഷ്യൽ ആണെന്നാണ് പറയുന്നത്. അതായത് പരസ്പരം ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പരസ്പരം സഹകരിച്ച് കോഓപ്പറേറ്റ് ചെയ്ത് ജീവിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഗിവിംഗ് ബാക്ക് ദ കോഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് റിസീവ്ഡ് ഫ്രം അതേഴ്സ് ഈസ് എ ഗ്രേറ്റ് സൈൻ ഓഫ് ഡെമോക്രാറ്റിക് കോൺഷ്യസ്നെസ്. ഓക്കെ, അതായത് ജനാധിപത്യ ബോധത്തിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിളാണ് അല്ലെങ്കിൽ നല്ലൊരു സൈനാണ് എന്തെന്ന് പറയുന്നത്. അതായത് ഒരാൾ നമുക്ക് നൽകി തന്ന സർവീസ് അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് കാണിച്ച സഹകരണം അതേപോലെ തന്നെ മറ്റൊരാളോടും കാണിക്കുക എന്നത് ഡെമോക്രാറ്റിക് സൊസൈറ്റിയുടെ ഒരു ഗ്രേറ്റ് സൈനാണ് അല്ലെങ്കിൽ ഒരു അടയാളമാണ്, ജനാധിപത്യ ബോധത്തിൻ്റെ ഒരു വലിയൊരു അടയാളമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്കൊരു ആവശ്യം വന്നു. ഓക്കെ, അപ്പം നമ്മളോട് സഹകരിച്ച് നിന്നു മറ്റൊരാൾ, നമ്മളുടെ ഇപ്പോൾ നെയ്ബർ ആയിക്കോട്ടെ, നമ്മളോട് നന്നായിട്ട് സഹകരിച്ച് നിന്നു, നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു നമ്മളുടെ ആവശ്യങ്ങളിൽ. ഓക്കെ, നാളെ അയാൾക്ക് ഇതേപോലൊരു ആവശ്യം വരുമ്പോൾ നമ്മളും എന്ത് ചെയ്യണം, തിരിച്ച് സപ്പോർട്ട് ചെയ്യണം, കോഓപ്പറേറ്റ് ചെയ്യണം, അവരുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെയൊരു ബോധം ഉണ്ടായി വരിക എന്ന് പറയുന്നത് അത് എന്തിന് സൈനാണെന്നാണ് പറഞ്ഞത്, അതൊരു ഡെമോക്രാറ്റിക് കോൺഷ്യസ്നെസ്സിൻ്റെ സൈനാണെന്ന് പറയുന്നത്. അതായത് നല്ലൊരു ജനാധിപത്യ ബോധത്തിൻ്റെ അടയാളമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തിന് കാരണമായി തീരും, ഒരു സിവിക് കോൺഷ്യസ്നെസ് അവിടെ വളർന്നു വരുന്നതിന് കാരണമായി തീരും. ഓക്കെ, അപ്പം കോഓപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സഹകരിച്ച് ജീവിക്കുക എന്നത് ഒരു സമൂഹത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെമോക്രസി പ്രോംപ്റ്റ്സ് ഇൻഡിവിജ്വൽസ് ടു think about fellow beings and to work for the protection of their freedom, equality and rights. ഓക്കെ, ഈ ജനാധിപത്യം ഈ വ്യക്തികളെ എന്തിനു സഹായിക്കുന്നതെന്നറിയാവോ, അതായത് നമ്മളുടെ സഹജീവികളെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് കിട്ടുന്ന അതേ സ്വാതന്ത്ര്യം നമ്മളുടെ സഹജീവികൾക്ക് അല്ലെങ്കിൽ നമ്മളോടൊപ്പം ആ സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പം അതറിയുന്നതിന് വേണ്ടിയും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ ഈക്വാലിറ്റീസിന് വേണ്ടി അവരുടെ സമത്വത്തിന് വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഫൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനു വേണ്ടിയൊക്കെ സംസാരിക്കാനും ഒക്കെ നമ്മളെ ഏബിൾ ആക്കുന്നത്
അല്ലെങ്കിൽ അവരെ ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന് നമ്മളെ ഏബിൾ ആക്കുന്നത് ഈ പറഞ്ഞ ഡെമോക്രസിയാണ്. Okay, democracy believes in the rule of law, which means all are subject to law in a democracy. Okay, ഡെമോക്രസിയിൽ എല്ലാം എന്താണ്? നിയമത്തിന് വിധേയമാണ്. ഓക്കെ, എല്ലാം, അതായത് ഡെമോക്രസി, ജനാധിപത്യം എന്ന് വെച്ചാൽ അതിനുള്ളിൽ പെടുന്നതെല്ലാം നിയമത്തിനുള്ളിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ നിയമത്തിന് വിധേയമാണ് എന്ന് വിശ്വസിക്കുന്ന ഒന്നാണ് എന്ത്? ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി, ജനാധിപത്യമാണ് ഈ പറഞ്ഞ എല്ലാ കോമ്പണൻസിൻ്റെയും ബേസിസ് എന്ന് പറയുന്നത്. അതായത് സിവിക് കോൺഷ്യസ്നസ് ഒരാളിൽ ഫോസ്റ്റർ ചെയ്യുന്നതിൽ ഏറ്റവും ബേസിസ് ആണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ, ജനാധിപത്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? കോപ്പറേഷൻ എന്ന് പറയുന്നത്, ലിവിങ് ഇൻ കോപ്പറേഷൻ. അതേപോലെ തന്നെ സഹജീവികൾക്ക് വേണ്ടി സംസാരിക്കുക, സഹജീവികളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുക, അവരെക്കുറിച്ചുള്ള അവയർനെസ് നമുക്ക് ലഭിക്കുക, ഇതെല്ലാം നമുക്ക് ഡെമോക്രസിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ആക്ച്വലി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് മോർ ദാൻ എ ഫോം ഓഫ് ഗവൺമെൻറ്. അതൊരു ഗവൺമെൻറ്റിൻ്റെ ഫോം എന്നതിലുപരി അതൊരു ജീവിത ശൈലിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫെമിനിനൈസേഷൻ ഓഫ് റോൾ മോഡൽസിനെ കുറിച്ചാണ്. അതായത് നമ്മൾ പൗരബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റോൾ മോഡൽസ് ആയി മാറി തീർന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പേരുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നമ്മളിൽ ഒരു പുതിയ ആശയം വളർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മളിൽ പുതിയൊരു മനോഭാവം വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് പേര് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പല മേഖലയിലും പല റോൾ മോഡൽസ് ഉണ്ടാവും അല്ലേ? ആ ആളെ പോലെ ആകണം, ആ ആൾ അച്ചീവ് ചെയ്ത പോലെ ആവണം, ആ ആളുടെ രീതികളെ പോലെ വേണം എന്നൊക്കെ നമ്മൾ എന്താണ് കണ്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റോൾ മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു വ്യക്തി, ആ വ്യക്തിയുടെ നല്ല ഗുണങ്ങൾ, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ആ വ്യക്തിയുടെ പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സമൂഹത്തിൽ പലരുടെയും റോൾ മോഡൽസ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പിക്ചേഴ്സാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ ഈ ഒരു പാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ആരൊക്കെ? APJ അബ്ദുൽ കലാം, മദർ തെരേസ, മൈലമ്മ, ദശരഥ് മഞ്ചി. ഓക്കെ, അപ്പം ഇവരുടെയൊക്കെ പ്രത്യേകത എന്ത്? ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ സമൂഹം റോൾ മോഡൽസ് ആക്കി തിരഞ്ഞെടുത്തത് എന്ന് നോക്കിക്കേ. വൈൽ വർക്കിംഗ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് ദേ എക്സിബിറ്റഡ് ഹ്യൂമാനിറ്റി, love towards fellow beings and duty consciousness. ഓക്കെ, ഇവരെല്ലാം കണ്ടാൽ ഇവരെ എല്ലാവരെയും കുറിച്ച് നമുക്കറിയാം. ഇവരെല്ലാവരും എന്താണ്? പല ഫീൽഡിൽ അല്ലെങ്കിൽ പല മേഖലയിൽ വർക്ക് ചെയ്തവരായിരുന്നു അല്ലേ? അപ്പം ഇവരെല്ലാം പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നു എങ്കിൽ പോലും അവർ എന്ത് കാണിച്ചിരുന്നു? ഹ്യൂമാനിറ്റി കാണിച്ചിരുന്നു, മനുഷ്യത്വം കാണിച്ചിരുന്നു. അതേപോലെ തന്നെ കൂടെയുള്ളവരോട് എങ്ങനെയായിരുന്നു? സ്നേഹത്തോടെ ഉള്ളവരായിരുന്നു. അതേപോലെ തന്നെ അവർ ഡ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയോട് അവരെന്ത് ചെയ്തിരുന്നു? കൂറ് പുലർത്തിയിരുന്നവരായിരുന്നു ഇവർ ഓരോരുത്തരും. ഓക്കെ, അവരുടെ എല്ലാം ജോലി മേഖല അല്ലെങ്കിൽ അവരെല്ലാം വർക്ക് ചെയ്തിരുന്ന മേഖലകൾ പലതായിരുന്നെങ്കിലും സമൂഹത്തിൽ അവർ പുലർത്തേണ്ട മൂല്യത്തെ അവരെന്ത് ചെയ്തില്ല? വിട്ട് കളഞ്ഞില്ല. അതായത് മനുഷ്യത്വം കാണിച്ചു, കൂടെയുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറി, അവരുടെ ഡ്യൂട്ടീസ് അവർ കൃത്യമായി ചെയ്തു. ഓക്കെ, അതായത് പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. എവ്രി വൺ ഷുഡ് വർക്ക് ഇൻ ദെയർ ഓൺ ഏരിയാസ് ഓഫ് ആക്ടിവിറ്റി വിത്ത് മാഗ്നനിമിറ്റി ആൻഡ് ഡെഡിക്കേഷൻ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും എന്താണ്? പല ഫീൽഡാണ് അല്ലേ? നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയാസ് പലതാണ്. ഓക്കെ, ഇപ്പം നിങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏരിയ ഇപ്പം നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ടീച്ചേഴ്സിനെ സംബന്ധിച്ച് അവരുടെ വർക്ക് ചെയ്യാന്നുള്ളത്, പാരൻസിനെ സംബന്ധിച്ച് അവരുടെ വർക്ക് ചെയ്യുക. ഇപ്പം ഒരാൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ ഒരാൾ എഞ്ചിനീയറിംഗ് ഫീൽഡ്, അതൊക്കെ അവരുടെ ഏരിയാസാണ്. ആ ഏരിയാസിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ പോലും ആ വർക്കിനോട് നിങ്ങൾ എങ്ങനെയായിരിക്കണം? ആത്മാർത്ഥത പുലർത്തണം. അതായത് നിസ്വാർത്ഥമായും അർപ്പണ മനോഭാവത്തോടെയും കൂടെ വേണം അവിടെ പ്രവർത്തിക്കാൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യും, എന്ത് തരത്തിലുള്ള ജോലിയും ചെയ്യുന്നവരായിക്കോട്ടെ, അതെന്ത് തന്നെയാണെങ്കിലും ആ ജോലിയോട് നമ്മൾ എന്തുള്ളവരായിരിക്കണം? അർപ്പണ മനോഭാവമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ആ ജോലിയോട് ആത്മാർത്ഥത പുലർത്തുന്നവരായിരിക്കണം, നിസ്വാർത്ഥമായിരിക്കണം. ഓക്കെ, അങ്ങനെയായിരിക്കണം നമ്മളുടെ ഓരോ പ്രവർത്തന മേഖലകളും എന്നാണ് പറയുന്നത്. അതാണ്
അതിന് എക്സാമ്പിളുകളാണ് ഇവർ ഓരോരുത്തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം അങ്ങനെ ജീവിച്ചിരുന്നവരായിരുന്നതിനാലാണ് അവരെയെല്ലാം ഇന്ന് എന്ത് ചെയ്യുന്നത്, സമൂഹം റോൾ മോഡൽസ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇഫ് എവറി ഇൻഡിവിജ്വൽ ഈസ് മെയ്ഡ് ടു തിങ്ക് ആൻഡ് വർക്ക് ഇൻ സച്ച് എ മാനർ ദെൻ ഓൺലി സോഷ്യൽ പ്രോഗ്രസ് ഈസ് പോസിബിൾ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ചിന്തയോടെ എല്ലാവരും വർക്ക് ചെയ്യും, പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നല്ലൊരു സോഷ്യൽ പ്രോഗ്രസ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ പ്രോഗ്രസ്സിലോട്ട് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്ത് തരത്തിലുള്ള ചിന്തയുടെ കാര്യം പറഞ്ഞത്? അതായത് നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും ആയിക്കോട്ടെ, ആ മേഖലയിൽ എങ്ങനെയായിരിക്കണം, നമ്മൾ പൂർണ്ണ അർപ്പണമുള്ളവരായിരിക്കണം, നിസ്വാർത്ഥതയുള്ളവരായിരിക്കണം. അവിടെ നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഹ്യൂമാനിറ്റി ഉള്ള മനുഷ്യത്വമുള്ളവരായിരിക്കണം, സ്നേഹത്തോടെ പെരുമാറുന്നവരായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഡ്യൂട്ടി ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ആ ഒരു പ്രവർത്തനം എന്താണോ അത് വളരെ ആത്മാർത്ഥതയോടെ തന്നെ സമൂഹത്തിന് വേണ്ടി ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണം. ഓക്കെ, അപ്പം സമൂഹത്തിലെ എല്ലാ ഇൻഡിവിജ്വലിലും ഈ പറഞ്ഞ ഒരു ചിന്ത ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു അവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. സമൂഹത്തിൽ എല്ലാവരും പീസ്ഫുള്ളായിട്ട് സമൂഹത്തിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിവിക് കോൺഷ്യസ്നെസ് ആൻഡ് മൊറാലിറ്റി, അതായത് പൗരബോധവും ധാർമ്മികതയുമാണ്. ഓക്കെ, ദ ബേസിസ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ഈസ് മൊറാലിറ്റി. നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ബേസിസ്, അടിസ്ഥാനം എന്ന് പറയുന്നത് മൊറാലിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ ധാർമ്മികതയായിരിക്കണം. മൊറാലിറ്റി മീൻസ് the ability to recognize virtues from vices, accept virtues and to perform duties with utmost responsibility. ഓക്കെ, നമ്മൾ വിർച്യൂസിനെ അക്സെപ്റ്റ് ചെയ്യുകയും നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് തിരിച്ചറിയുകയും നമ്മളുടെ കടമകളെ നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് മൊറാലിറ്റി, ധാർമ്മിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ മോറൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ടു പെർഫോം ദി ഡ്യൂട്ടി ടുവേർഡ്സ് ദി സൊസൈറ്റി ആൻഡ് ദി സ്റ്റേറ്റ്. ഓക്കെ, അതായത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കിക്കേ. അതായത് നമ്മുടെ സൊസൈറ്റിയോട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോടുള്ള നമ്മുടെ ഡ്യൂട്ടി നിർവഹിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തോടുള്ള നമ്മുടെ ഡ്യൂട്ടി നിർവഹിക്കുക എന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ മൊറാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം എന്താണ്, ഈ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ എല്ലാ ഇൻഡിവിജ്വലിൻ്റെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരുടെ ഉള്ളിൽ മാത്രം പോരാ, എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ വേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഈ പറഞ്ഞ കാര്യം. അതായത് നമ്മളുടെ ഡ്യൂട്ടി, സമൂഹത്തോടുള്ള നമ്മുടെ ഡ്യൂട്ടി കൃത്യമായി നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, മൊറാലിറ്റി ഹെൽപ്സ് സിവിക് കോൺഷ്യസ്നെസ് വേറസ് ഇമ്മൊറാലിറ്റി ഡിസ്ട്രോയ്സ് ഇറ്റ്. ഓക്കെ, മൊറാലിറ്റി നമ്മളിൽ പൗരബോധം വളർത്തിയെടുക്കുന്നുണ്ട് എങ്കിൽ, അതായത് ധാർമ്മികത നമ്മളിൽ പൗരബോധം വളർത്തിയെടുക്കുന്നുണ്ട്, എന്നാൽ അധാർമികതയോ അതായത് ഇമ്മോറാലിറ്റി അതിനെ എന്ത് ചെയ്യുക ചെയ്യുന്നത്, നശിപ്പിക്കുക ചെയ്യുന്നത്. അതായത് ഇമ്മോറൽ ആയിട്ടാണ്, അല്ലെങ്കിൽ ഇമ്മോറാലിറ്റി അല്ലെങ്കിൽ അധാർമികത ഈ പറഞ്ഞ പൗരബോധത്തെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു. മൊറാലിറ്റി എന്താ ചെയ്യുന്നത്, ഈ പൗരബോധത്തെ വളർത്തിയെടുക്കുക അല്ലെങ്കിൽ അതിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ക്രിയേഷൻ ഓഫ് മോറൽ കോൺഷ്യസ്നെസ് ഇൻ ഓൾ വർക്ക്സ് ഓഫ് ലൈഫ് ഈസ് ദി മോസ്റ്റ് എഫക്റ്റീവ് വേ ടു ഫോസ്റ്റർ സിവിക് കോൺഷ്യസ്നെസ്. ഓക്കെ, അതായത് നമ്മളുടെ ജീവിതത്തിലുടനീളം നമ്മൾ ഈ പറഞ്ഞ മോറൽ കോൺഷ്യസ്നെസ്, അതായത് ധാർമ്മികമായ ബോധത്തെ കൈക്കൊണ്ട് നടക്കുക എന്നതാണ് ഈ സിവിക് കോൺഷ്യസ്നെസ് നമ്മളിൽ വളർത്തിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിവിക് കോൺഷ്യസ്നെസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നോക്കിയാൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നമ്മളിത് സിവിക് കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമാണോ സിവിക് കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ടിക്ക് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, ട്രാഫിക് റൂൾസ് ഷുഡ് ബി ഒബേഡ് വൈൽ ഡ്രൈവിംഗ് ഇൻ റഷ് റോഡ്സ്. വളരെ തിരക്കുള്ള റോഡിലൂടെയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ട്രാഫിക് റൂൾസ് ഒബേ ചെയ്യണം. അത് സിവിക് കോൺഷ്യസ്നെസ്സിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പൗരബോധത്തിൻ്റെ ഭാഗമാണോ അല്ലയോ? ആണല്ലേ, അത് നമ്മളുടെ സിവിക് കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന് നോക്കിയേ, ദർ ഈസ് നത്തിങ് റോങ് ഇൻ ലിറ്ററിങ് ഡൊമസ്റ്റിക് വേസ്റ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. അതായത് പൊതുസ്ഥലത്ത് നമ്മൾ വേസ്റ്റുകൾ, മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തെറ്റല്ല എന്നാണ് പറയുന്നത്. അത് സിവിക് കോൺഷ്യസ്നെസ് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ കാണിക്കുന്നത്? സിവിക് കോൺഷ്യസ്നെസ് ഇല്ലെന്നാണ് അത് കാണിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്.
ഓക്കെ, നമ്മളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹിസ്റ്ററിക്കൽ മോണുമെൻറ്റ്സിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെയും കൂടി റെസ്പോൺസിബിലിറ്റി ആണ് എന്നാണ് പറയുന്നത്. ആണോ? ആണല്ലേ, നമ്മളുടെയും കൂടി റെസ്പോൺസിബിലിറ്റി ആണ് നമ്മളുടെ ചരിത്രപരമായിട്ടുള്ള സാധനങ്ങൾ, നമ്മളുടെ മോണുമെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യുക, നമ്മൾ കീപ്പ് ചെയ്യുക, നമ്മൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് നേച്ചർ അല്ലെങ്കിൽ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, സംരക്ഷിക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി ആണോ? അതോ ആരെങ്കിലും ഏതെങ്കിലും ഒരു അസോസിയേഷൻ്റെ മാത്രം ഡ്യൂട്ടിയാണോ? അല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത്. അത് സിവിക് കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമാണ്. ദർ ഇസ് നോ നീഡ് ടു കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്. എന്തെങ്കിലും അനീതി നമ്മൾ കണ്ടു, അതിനെതിരെ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ശരിയാണോ? അത് സിവിക് കോൺഷ്യസ്നെസ്സിൽ പെട്ടതാണോ? അല്ല, അത് ഈ കോൺഷ്യസ്നെസ് ഇല്ലാത്തതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇൻ അൺഅവോയ്ഡബിൾ ഓർ നെസസറി സർക്കംസ്റ്റൻസസ് കറക്ഷൻ ഈസ് പെർമിസബിൾ. ഓക്കെ, അതായത് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത വളരെ അത്യാവശ്യമായ സാഹചര്യങ്ങളിലൊക്കെ കറക്ഷൻസ്, അതായത് ഈ പറഞ്ഞ അഴിമതികൾ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇപ്പം കൈക്കൂലി ആണെങ്കിലും അങ്ങനെയുള്ള പല അഴിമതികൾ അൺനെസസറി ആണ്, ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താണ്, അഴിമതിയെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. സിവിക് കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമാണോ? അല്ല. ഒരിക്കലും ഒരു പൗരൻ എന്ത് തരത്തിലുള്ള നെസസറി കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യരുത്, അഴിമതിക്ക് കൂട്ടു നിൽക്കരുത്. അത് നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയോട് ചെയ്യുന്ന തെറ്റാണ്, നമ്മൾ സമൂഹത്തോട് ചെയ്യുന്ന തെറ്റാണ്, നമ്മളുടെ ആത്മാർത്ഥതയില്ലായ്മയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, മറ്റൊന്ന് നോക്കി, ദി എൽഡേഴ്സ് ഷുഡ് ബി റെസ്പെക്റ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഓക്കെ, അതായത് മുതിർന്നവരെ ബഹുമാനിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. അത് സിവിക് കോൺഷ്യസ്നെസ്സിന്റെ ഭാഗമാണോ? അതെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്താണ് സിവിക് കോൺഷ്യസ്നെസ്സിന്റെ ഭാഗം, എന്താണ് അല്ലാത്തത്, ഇതെല്ലാം എന്ത് ചെയ്യണം, തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞ സിവിക് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നമ്മുടെ പൗരബോധം നേരിടുന്ന കുറച്ച് ചാലഞ്ചസ് ഉണ്ട്, കുറച്ച് വെല്ലുവിളികളുണ്ട്. അതെന്താണ് എന്നാണ് നോക്കുന്നത്. ഓക്കെ, സിവിക് കോൺഷ്യസ്നെസ് ചാലഞ്ചസ് അല്ലെങ്കിൽ പൗരബോധത്തിന്റെ വെല്ലുവിളികൾ എന്താന്ന് നോക്കിക്കേ. ദ മെയിൻ ചാലഞ്ച് ഫേസ്ഡ് ബൈ സിവിക് കോൺഷ്യസ്നെസ് ഈസ് ദി മൈൻഡ് സെറ്റ് to do anything for the sake of one's own personal interest by negating public interest. Okay, അതായത് സിവിക് കോൺഷ്യസ്നെസ് പൗരബോധം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയ ചാലഞ്ച്, വെല്ലുവിളി എന്താണെന്നാണ് പറയുന്നത്. എന്താണ്? അതായത് ഒരാൾ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവനവൻ്റെ സ്വന്തം ബെറ്റർമെൻറ്റ്, സക്സസ്സിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുക എന്ന ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനസ്സ്. ഓക്കെ, അതായത് അവനവൻ്റെ എൻ്റെ ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, എൻ്റെ സക്സസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് സക്സസ് ആവാൻ അല്ലെങ്കിൽ എനിക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് ലഭിക്കാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്യും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ്. ഓക്കെ, അതായത് പൊതുവായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള മറ്റ് പബ്ലിക്കിലെ ആൾക്കാരുടെയൊക്കെ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണ്, അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, ഇത് അവരെ ഹാം ചെയ്യുമോ എന്തെങ്കിലും തരത്തിൽ, ഇതൊന്നും ആലോചിക്കാതെ അതിനെയെല്ലാം അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കി എനിക്ക് എൻ്റെ ബെറ്റർ ലൈഫിന് എന്തൊക്കെ ചെയ്യാം, എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം, എനിക്ക് എങ്ങനെയെല്ലാം നേടാം, എനിക്ക് എങ്ങനെയെല്ലാം സക്സസ്ഫുൾ ആകാം, എൻ്റെ താല്പര്യങ്ങളെ എങ്ങനെയെല്ലാം നടത്തിയെടുക്കാം എന്നുള്ള ചിന്താഗതി ഒരുവനിൽ വന്നെത്തുക എന്നതാണ് ഈ സിവിക് കോൺഷ്യസ്നെസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഈ പറഞ്ഞ ഫാക്ടർ, ഇപ്പം നമ്മളുടെ ഫാമിലി, എഡ്യൂക്കേഷൻ, ഇതിലൂടെ എല്ലാം പല കാര്യങ്ങളും പഠിച്ചു വന്നു. സിവിക് കോൺഷ്യസ്നെസ് എന്താണെന്ന് നമുക്കറിയാം, അതെല്ലാം നമ്മുടെ ഡ്യൂട്ടി ആണെന്നുള്ള അറിവുകൾ നമുക്കുണ്ട്. എങ്കിൽ പോലും ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ വെച്ച് വ്യക്തികൾ എൻ്റെ സ്വന്തം ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് വേണ്ടി മാത്രം ഞാൻ കാര്യം ചെയ്യും, സമൂഹം എനിക്കൊരു വിഷയമല്ല, സമൂഹത്തിൽ ആരെന്തായാലും എങ്ങനെയായാലും ഞാൻ എൻ്റെ കാര്യത്തിലും എൻ്റെ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നൊരു പൗരൻ തീരുമാനമെടുക്കുക ചെയ്താൽ അവിടെ പീസ് ഉണ്ടാകുമോ? ഇല്ല. ഓക്കെ, അപ്പം ആ ഒരു കാര്യമാണ്, ഈ ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യമാണ് ഈ പറഞ്ഞ സിവിക് കോൺഷ്യസ്നെസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഈ വെല്ലുവിളിയെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? ഹൗ ക്യാൻ വി ഓവർകം ദീസ് ചാലഞ്ചസ്? എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നതെന്ന് നോക്കി അതിന് കുറച്ച് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഈച്ച് വൺ ഷുഡ് ഇവാലുവേറ്റ് ഹിസ് ആക്ടിവിറ്റീസ് ക്രിട്ടിക്കലി. ഓക്കെ, അതായത് ഓരോ വ്യക്തിയും അവനവൻ ചെയ്യുന്ന പ്രവർത്തികളെ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യാൻ പഠിക്കണം. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? ഞാൻ ഈ കാര്യം ചെയ്താൽ എൻ്റെ സമൂഹത്തെ അതെങ്ങനെയെല്ലാം ബാധിക്കും? മറ്റുള്ള വ്യക്തികളെ അതെങ്ങനെയൊക്കെ ബാധിക്കും? അവർക്കത് ഗുണമായി തീരുമോ? അവർക്കത് ദോഷമായി തീരുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി അവൻ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഈ ആക്ടിവിറ്റി എങ്ങനെയൊക്കെ ആയിത്തീരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഇവാലുവേഷൻ അവിടെ നടത്തിയിരിക്കണം. പിന്നെ മറ്റൊന്ന് നോക്കി, ഷുഡ് വർക്ക് ഫോർ വൺസ് ഇൻട്രസ്റ്റ് വിത്തൗട്ട് ഗോയിങ് എഗെയിൻസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്. ഓക്കെ, ഈ സിവിക് കോൺഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും വ്യക്തിപരമായ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കരുത് എന്നല്ല. നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, പക്ഷേ അതൊരിക്കലും സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരാകരുത്. അതൊരിക്കലും സമൂഹത്തിന് ഹാംഫുൾ ആകുന്ന രീതിയിലുള്ള താല്പര്യങ്ങളാകരുത്. ഓക്കെ, ക്ലിയർ അല്ലേ? ബി ദ ചേഞ്ച് വിച്ച് യു എക്സ്പെക്ട് ഫ്രം അതേഴ്സ്. ഓക്കെ, മറ്റുള്ളവർ നമ്മളോട് എങ്ങനെയായിരിക്കണം? മറ്റുള്ളവർ ഇങ്ങനെ മാറിയിരുന്നെങ്കിൽ, മറ്റുള്ളവർ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, എന്നോട് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ ചേഞ്ചസ് ഉണ്ടല്ലോ, കുറേ മാറ്റങ്ങളുണ്ടല്ലോ. നമ്മുടെ സമൂഹം ഇങ്ങനെ മാറിയിരുന്നെങ്കിൽ, നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ ചേഞ്ചസ് ഉണ്ടല്ലേ. അപ്പോൾ ആ ചേഞ്ച് അവരിൽ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം, ആ ഒരു ചേഞ്ച് എന്താണോ ആ മാറ്റം ആദ്യം നമ്മൾ നമ്മിൽ തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ തന്നെ ചേഞ്ച് ആകാനായിട്ട് ശ്രമിക്കുക. അത് കണ്ട് ബാക്കിയുള്ളവർ ചേഞ്ച് ആയിക്കോളും. ഓക്കെ, ഇനി മറ്റൊന്ന് നോക്കിയേ, ഈക്വൽ വെയിറ്റ് ഷുഡ് ബി ഗിവൺ ടു ബോത്ത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഓക്കെ, അതായത് അവകാശങ്ങൾക്കും അതേപോലെ തന്നെ കർത്തവ്യങ്ങൾക്കും, അതായത് റൈറ്റ്സിനും ഡ്യൂട്ടീസിനും ഒരേ വാല്യൂ അല്ലെങ്കിൽ ഒരേ വെയിറ്റ് കൊടുക്കണം എന്നാണ്. ഓക്കെ, നമ്മളെപ്പോഴും വാശി പിടിക്കുക അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത്, നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളുടെ അവകാശങ്ങൾ ലഭിക്കണമെന്ന് പറഞ്ഞാണ്. അല്ലെങ്കിൽ നമ്മളുടെ അവകാശത്തിന് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പോരാടുന്നതും ആർഗ്യൂ ചെയ്യുന്നതും. അതെൻ്റെ അവകാശമാണ്, ഇതെൻ്റെ അവകാശമാണ്, ഇതെനിക്കുള്ളതാണ്. അങ്ങനെ നമ്മൾക്കുള്ള റൈറ്റ്സിനെ കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്. അതേ ബോധം നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയെ കുറിച്ചും കാണിക്കണം. ഓക്കെ, നമുക്ക് റൈറ്റ്സ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഡ്യൂട്ടീസും ഉണ്ട്. അതായത് നമുക്ക് കർത്തവ്യങ്ങളും ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട കടമകളുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ റൈറ്റ്സിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതേ പ്രാധാന്യം നമ്മൾ നമ്മളുടെ ഡ്യൂട്ടീസിനും നമ്മുടെ കടമകൾ ചെയ്യുന്നതിനും നൽകണം. ഓക്കെ, ഇൻഡിവിജ്വൽസ് ഷുഡ് ആക്ട് ഡെമോക്രാറ്റിക്കലി ആൻഡ് ടോളറബിളി. അതായത് എന്താണ്, ജനാധിപത്യ ചിന്തയോടും അതേപോലെ തന്നെ സഹിഷ്ണുതയോടും കൂടെ ഓരോ വ്യക്തികളും പ്രവർത്തിക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്താൽ ഈ പറഞ്ഞ ചാലഞ്ച് ഉണ്ടല്ലോ, സിവിക് കോൺഷ്യസ്നെസ് നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? അവനവൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രം ജീവിക്കുക, അതിനുവേണ്ടി എന്തും ചെയ്യുക, സമൂഹത്തിൻ്റെ താല്പര്യങ്ങളെ നിഷേധിക്കുക എന്നുള്ള ആ ഒരു ചലഞ്ച്, ആ ചലഞ്ചിനെ നമുക്ക് ഓവർകം ചെയ്യാം ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്താൽ, ഫോളോ ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന, നമ്മൾ ഈ സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, ഈ സോഷ്യൽ സയൻസിൻ്റെ പഠനവും സിവിക് കോൺഷ്യസ്നെസ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധം, അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ പഠനം നമ്മൾക്ക് സിവിക് കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. അതായത് സോഷ്യൽ സയൻസ് ലേണിംഗ് ആൻഡ് സിവിക് കോൺഷ്യസ്നെസ്, അതായത് സാമൂഹ്യ ശാസ്ത്ര പഠനവും പൗരബോധവും. ഓക്കെ, സോഷ്യൽ സയൻസ് ലേണിംഗ് ഹാസ് എ മേജർ റോൾ ഇൻ ദി ഫോർമുലേഷൻ ഓഫ് സിവിക് കോൺഷ്യസ്നെസ്. അപ്പം ഈ പറഞ്ഞ സിവിക് കോൺഷ്യസ്നെസ്, പൗരബോധം വളർത്തിയെടുക്കുന്നതിൽ ഈ സാമൂഹ്യ പഠനത്തിന് അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ ലേണിങ്ങിന് വലിയൊരു റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. സോഷ്യൽ സയൻസ് ആസ് ആൻ ഏരിയ ഓഫ് സ്റ്റഡി വിച്ച് ഈസ് very close to the society and human beings envisages comprehensive changes in every individual. ഓക്കെ, അപ്പോൾ ഈ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന പഠനശാഖ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ, ഈ പഠന മേഖല
ഓക്കെ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നറിയാവോ? സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ നമ്മളുടെ സൊസൈറ്റിയോടും അതേപോലെ തന്നെ ഹ്യൂമൻ ബീങ്സിനോടും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പഠന ഏരിയയാണ്, സ്റ്റഡി ഏരിയയാണ് ഈ പറഞ്ഞ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഹ്യൂമൻസിലും സൊസൈറ്റിയിലും ഒരുപാട് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ സോഷ്യൽ സയൻസ് ലേണിംഗ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഫോർമുലേഷൻ ഓഫ് സിവിക് കോൺഷ്യസ്നസ്. ഓക്കെ, അപ്പോൾ സിവിക് കോൺഷ്യസ്നെസ്സിൻ്റെ ഫോർമുലേഷന് വേണ്ടി അല്ലെങ്കിൽ രൂപപ്പെടലിന് വേണ്ടി, അതായത് പൗരബോധത്തിൻ്റെ രൂപപ്പെടലിന് വേണ്ടി എങ്ങനെ നമ്മളുടെ സോഷ്യൽ സയൻസിൻ്റെ ലേണിങ്ങിനെ, സോഷ്യൽ സയൻസിൽ നിന്ന് ലേൺ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കിക്കേ. എക്വിപ്സ് ദ ഇൻഡിവിജ്വൽസ് ടു റെസ്പെക്ട് ഡൈവേഴ്സിറ്റി ആൻഡ് ടു ബിഹേവ് വിത്ത് ടോളറൻസ്. ഓക്കെ, നമ്മളുടെ സൊസൈറ്റിയുടെ ഡൈവേഴ്സിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിനെ റെസ്പെക്റ്റ് ചെയ്യാനും ബഹുമാനിക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവരോട് സഹിഷ്ണുതയോടെ പെരുമാറാനുമായിട്ട് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, എക്വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി മറ്റൊന്ന് നോക്കിയേ. ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറെൻറ്റ് കണ്ടെക്സ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. ഓക്കെ, അപ്പം നമ്മളുടെ സമൂഹത്തിലുള്ള രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ സാമൂഹികമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങൾ, ഇതൊക്കെ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹം നേരിടുന്നുണ്ട്, അതെല്ലാം എന്തൊക്കെയാണ് എന്നുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ അതൊക്കെ എന്താണെന്നുള്ള അറിവ് നമുക്ക് നൽകി തരുന്നതിൽ സോഷ്യൽ സയൻസിന് നല്ലൊരു റോളുണ്ട്, അല്ലെങ്കിൽ അതിന് നമ്മളെ സോഷ്യൽ സയൻസ് ഹെൽപ്പ് ചെയ്യുന്നു. എക്വിപ്സ് ദ ഇൻഡിവിജ്വൽ ടു സജസ്റ്റ് കോംപ്രിഹെൻസീവ് സൊല്യൂഷൻസ് ടു ഡിഫറെൻറ്റ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിലെ പല പ്രശ്നങ്ങളും എന്താണെന്ന് തിരിച്ചറിയാൻ മാത്രമല്ല സോഷ്യൽ സയൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഈ പ്രോബ്ലംസിനൊക്കെ എങ്ങനെ നല്ലൊരു സൊല്യൂഷൻ കാണാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ഇതിനെല്ലാം പരിഹാരങ്ങൾ കാണാൻ പറ്റും എന്നും നമ്മളെ സോഷ്യൽ സയൻസ് പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. ഡിസെമിനേറ്റ് എ മെസ്സേജ് ഓഫ് പീസ് ആൻഡ് കോഓപ്പറേഷൻ ടു ദി സൊസൈറ്റി. ഓക്കെ, അതായത് സമാധാനത്തിൻ്റെയും അതേപോലെ തന്നെ സഹകരണത്തിൻ്റെയും സന്ദേശം സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവരിലും എത്തിക്കാനായിട്ട് സോഷ്യൽ സയൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മേക്സ് ദി ഇൻഡിവിജ്വൽ സിവിക് കോൺഷ്യസ്, അതായത് ഒരു വ്യക്തിയെ പൗരബോധമുള്ളവനാക്കിയെടുക്കുന്നതിൽ സോഷ്യൽ സയൻസ് നല്ലൊരു റോളുണ്ട്. അതേപോലെ തന്നെ ഐഡിയൽ മോഡൽസ് എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയിക്കുന്നതിൽ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഐഡിയൽ മോഡൽ, എങ്ങനെയാണ് ഒരു മോഡലിനെ തിരഞ്ഞെടുക്കേണ്ടത്, ഒരാളെ എങ്ങനെ ഫോളോ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് അയാളിൽ നിന്ന് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളും നമുക്ക് സോഷ്യൽ സയൻസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോഷ്യൽ സയൻസിന് നമ്മളുടെ ഈ സിവിക് കോൺഷ്യസ്നെസ്സിനെ ഫോസ്റ്റർ ചെയ്യുന്നതിൽ വളരെ വലിയ പങ്കുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? സിവിക് കോൺഷ്യസ്നെസ് എന്നായിരുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. പൗരബോധത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ സിവിക് കോൺഷ്യസ്നെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തോരോ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഒരു വ്യക്തിയിൽ പൗരബോധം ഉണ്ടാകേണ്ട ആവശ്യകത എന്താണ്, എന്തെല്ലാം ഇമ്പോർട്ടൻസ് അതിനുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഡിറ്റർമൈനിങ് ഫാക്ടേഴ്സ്. ഓക്കെ, പൗരബോധത്തെ ഡിറ്റർമൈൻ ചെയ്യുന്ന കുറച്ച് ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു, ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതെല്ലാം നമ്മൾ പഠിച്ചു. ഫാമിലിയും എഡ്യൂക്കേഷനും സൊസൈറ്റിയും അസോസിയേഷൻസും അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഫാക്ടേഴ്സിൽ പഠിച്ചത്. ഡെമോക്രസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതായത് ഈ ഫാക്ടേഴ്സാണ് നമ്മളുടെ ഉള്ളിൽ പൗരബോധം വളർത്തിയെടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട റോള് ഉള്ളത്. ഓക്കെ, ഇനി മെത്തേഡ്സ് ടു ഫോസ്റ്റർ സിവിക് കോൺഷ്യസ്നെസ്. ഈ പറഞ്ഞ സിവിക് കോൺഷ്യസ്നെസ് പൗരബോധം ഒരാളിൽ വളർത്തിയെടുക്കാനായിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ സിവിക് കോൺഷ്യസ്നെസ് ആൻഡ് മൊറാലിറ്റിയെ കുറിച്ച് പഠിച്ചല്ലേ. അതായത് പൗരബോധം അതെങ്ങനെ ധാർമ്മികതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ സിവിക് കോൺഷ്യസ്നെസ് ചാലഞ്ചസ്. ഓക്കെ, അതായത് ഈ പൗരബോധം നേരിടുന്ന ചാലഞ്ചിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അതിൻ്റെ ദോഷവശം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെ ആ ചാലഞ്ചിനെ ഓവർകം ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. പിന്നെന്താ പഠിച്ചേ? സോഷ്യൽ സയൻസ് ലേണിംഗ് ആൻഡ് സിവിക് കോൺഷ്യസ്നെസ്. നമ്മൾ ഈ പഠിക്കുന്ന സോഷ്യൽ സയൻസ് അത് എങ്ങനെ സിവിക് കോൺഷ്യസ്നെസ്സിനെ വളർത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ഹെൽപ്പാണ് സോഷ്യൽ സയൻസ് നമ്മുടെ സമൂഹത്തിൽ നൽകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ
കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം നമ്മളുടെ ഹിസ്റ്ററിയിൽ വളരെ നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ സിവിക് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് നമ്മളിൽ പൗരബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഒരു സമൂഹ ജീവി എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് പൗരബോധം എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു. അപ്പോൾ ചാപ്റ്ററിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് പഠിക്കുക. ഓക്കെ, അതിപ്പം ഏത് സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മളെങ്കിൽ പോലും ഈ പൗരബോധം നമ്മളെ എന്ത് ചെയ്യും, ആ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഓക്കെ, അത് ക്ലിയർ ചെയ്ത് തരാനായിട്ട് മിസ് ഹെൽപ്പ് ചെയ്യാം. അതേപോലെ ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അഡീഷണൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമ്മളുടെ എക്സാം പോയിൻറ്റിൻ്റെ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എക്സാം പോയിൻറ്റിൻ്റെ ഗൈഡും കൂടി റെഫർ ചെയ്ത് പോവുക. കാരണം പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്റ്സും മിസ് ആഡ് ചെയ്തത് നമ്മളുടെ ഈ എക്സാം പോയിൻറ്റിൻ്റെ ഗൈഡിൽ നിന്നാണ്. ഓക്കെ, അപ്പം ആ ഒരു ഗൈഡ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ആ ഗൈഡും കൂടി റെഫർ ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ് കേട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.